ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൊഡ്യൂൾ 2 ആയിരുന്നു നോക്കിയിരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 3 ആണ്. ഇതിൽ മെയിനായിട്ട് വരുന്ന ടോപ്പിക്സാണ് ഞാൻ ഈ എഴുതിയേക്കുന്നത്. ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം, അതിൽ ടൈലർ സീരീസ് മെത്തേഡുണ്ട്, ഓയിലർ മെത്തേഡുണ്ട്, ലുഞ്ച്-കുട്ട മെത്തേഡ് അഥവാ മോഡിഫൈഡ് ഓയിലർ മെത്തേഡുണ്ട്. അതിൽ തന്നെ സെക്കൻഡ് ഓർഡർ, ഫോർത്ത് ഓർഡർ അങ്ങനെ പോകുന്നതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ടൈലർ സീരീസാണ്. സീരീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡ് കൊണ്ട് എന്താ നമ്മൾ മീൻ ചെയ്യുന്നത്? പ്ലസ് അതായത് ഒരു സബ്മേഷൻ എക്സെട്ര ഇട്ട് പോകുന്നു എന്നുള്ളതാണ് ബേസിക്കായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, അല്ലേ? അതായത് എക്സ് നോട്ടും വൈ നോട്ടും അല്ലാന്നുണ്ടെങ്കിൽ തൊട്ട് മുന്നിലെ ടേം ഉണ്ടെങ്കിൽ അതിന് ശേഷം വരുന്ന ആളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ എനിക്ക് എക്സ് നോട്ട് അറിയാം. എക്സ് എന്ന് പറയുന്നത് എക്സ് നോട്ട് ആവുന്ന സമയത്ത് വൈ വൺ ഞാൻ കണ്ടുപിടിക്കുന്നത് വൈ നോട്ടും എക്സ് നോട്ടും ഉപയോഗിച്ചിട്ടാണ്. വൈ വൺ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വൈ നോട്ടും എക്സ് നോട്ടും ഉപയോഗിച്ചിട്ടാണ്. അതായത് ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്: വൈ വൺ ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ വൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് എക്സ് മൈനസ് എക്സ് നോട്ട് ഇൻറ്റു വൈ നോട്ട് ഡാഷ് പ്ലസ്, ഇവിടെ ആക്ച്വലി വൈ എക്സ് മൈനസ് എക്സ് നോട്ട് ബൈ 1 ഫാക്ടോറിയൽ ഉണ്ട് കേട്ടോ. 1 ഫാക്ടോറിയൽ 1 ആയതുകൊണ്ടിട്ടാണ് ഞാനിവിടെ എഴുതാതിരുന്നത്. എക്സ് മൈനസ് എക്സ് നോട്ട് ദ ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു വൈ നോട്ട് ഡബിൾ ഡാഷ് പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞു പോകും. ഇവിടെ ഞാൻ എക്സ് മൈനസ് എക്സ് നോട്ടിനെ എച്ച് എന്ന് നൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ വൈ വണ്ണിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഈ രണ്ട് എക്സ് മൈനസ് എക്സ് നോട്ടുള്ള സ്ഥലത്തെല്ലാം എന്ത് വരും? രണ്ട് സ്ഥലമല്ല, അങ്ങോട്ട് പോകുന്ന സ്ഥലത്തെല്ലാം എന്ത് വരും? എച്ച് എന്ന് വരും. അപ്പോൾ ആദ്യം എച്ച് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു വൈ നോട്ട് ഡാഷ്. ഇവിടെയാണെങ്കിൽ എച്ച് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു വൈ നോട്ട് ഡബിൾ ഡാഷ്. ഇവിടെയാണെങ്കിൽ എച്ച് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു വൈ നോട്ട് ട്രിപ്പിൾ ഡാഷ് പ്ലസ് എക്സെട്ര. എന്താണ് എക്സെട്ര? എച്ച് റൈസ് ടു 4/4 ഫാക്ടോറിയൽ ഇൻറ്റു വൈ ഫോർത്ത് ഡാഷ്, അങ്ങനെ പോകും. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇത് അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇതിപ്പോൾ വൈ വൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ഇതുപോലെ വൈ ടു കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണെങ്കിലോ നമ്മളിവിടെ വൈ നോട്ടും എക്സ് നോട്ടിനും പകരം ആര് യൂസ് ചെയ്യും? വൈ വണ്ണും എച്ച് വണ്ണും യൂസ് ചെയ്യും. അപ്പോൾ അവിടുത്തെ എച്ച് ആരാണ്? എക്സ് മൈനസ് എക്സ് വൺ ആണ് അവിടുത്തെ എച്ച് നോട്ട്. എക്സ് മൈനസ് എച്ച് നോട്ടല്ല, എക്സ് മൈനസ് എക്സ് വൺ ആണ് അവിടെ നമ്മൾ എച്ച് എന്ന് നൊട്ടേറ്റ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ വൈ നോട്ടല്ല, വൈ വൺ ആണ് ഇവിടെ വരുന്നത്. ഇതുപോലെ നമുക്ക് ജനറലി പറയുകയാണെങ്കിൽ വൈ എൻ പ്ലസ് വണ്ണിന് എങ്ങനെ പറയാം? തൊട്ട് വൈ എൻ പ്ലസ് വണ്ണിന് തൊട്ട് മുന്നേ ആരാ ഉള്ളത്? വൈ എന്നാ ഉള്ളത്. അപ്പോൾ എക്സ് എന്നും വൈ എന്നും വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ എച്ച് ആരായിരിക്കും ഇവിടെ? സ്വാഭാവികമായിട്ടും എക്സ് മൈനസ് എക്സ് എൻ ആയിരിക്കും അവിടുത്തെ എച്ച് എന്ന് പറയുന്നത് കേട്ടോ. നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഞാൻ നോക്കിയേ, ടൈലർ സീരീസ് ഉപയോഗിച്ച് ഈ ഒരു ഫംഗ്ഷൻ്റെ വാല്യൂ വൈ കണ്ടുപിടിക്കാൻ, ഈ ഒരു ഫംഗ്ഷൻ്റെ വൈ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഏതൊക്കെ പോയിന്റിൽ? എക്സ് 0.1 ആവുമ്പോഴും എക്സ് 0.2 ആവുമ്പോഴും കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഈ ഡി വൈ ബൈ ഡി എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാണ്? വൈയിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിലുള്ള ഫസ്റ്റ് ഡെറിവേറ്റീവ് അല്ലേ. അപ്പം നമുക്ക് ഈ വൈ എങ്ങനെ നൊട്ടേറ്റ് ചെയ്യാം? വൈ ഡാഷ് എന്ന് നൊട്ടേറ്റ് ചെയ്യാം. വൈ ഡാഷ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതാണ് ഞാൻ ഈ എടുത്ത് എഴുതിയേക്കുന്നത്. ഇനി എൻ്റെ ഇക്വേഷൻ എന്താണ്? വൈ നോട്ട് പ്ലസ് വൈ നോട്ട് എന്താ പറയുന്നത്? വൈ ഡാഷ് എന്താണ് തന്നേക്കുന്നത്? വൈ ഡാഷ് ഇസ് ഈക്വൽ ടു 2y പ്ലസ് 3e റൈസ് ടു എക്സ് എന്നാണ് തന്നേക്കുന്നത്. ഓക്കെ, എൻ്റെ ക്വസ്റ്റ്യനിൽ പ്രകാരം ഞാൻ എൻ്റെ ടൈലർ സീരീസിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്? വൈ എൻ പ്ലസ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ നോട്ട് പ്ലസ് അല്ലേ, അതായത് വൈ എൻ പ്ലസ് ദാറ്റ് ഈസ് വൈ വൺ ആണ് നീ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇക്വേഷൻ എങ്ങനെ വരും? വൈ നോട്ട് പ്ലസ് എച്ച് ആരാണ്? വൈ നോട്ട് ആണെങ്കിൽ എച്ച് എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് നോട്ടാണ്. വൈ വണ്ണിൻ്റെതാണ് നമ്മൾ എച്ച് എഴുതുന്നതെങ്കിൽ എക്സ് മൈനസ് എക്സ് വൺ ആവും. അപ്പോൾ എച്ച് ആരാണ്? എക്സ് മൈനസ് എക്സ് നോട്ട്. എച്ച് എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് നോട്ട് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു വൈ ഡാഷ്, അതായത് വൈ നോട്ട് ഡാഷ്. അതായത് വൈ ഡാഷ് കണ്ടുപിടിച്ചിട്ട് അതിൽ എക്സ് നോട്ടിൻ്റെ വൈ നോട്ടിൻ്റെ പോയിൻ്റ് ഇട്ട് കൊടുക്കണം. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ഇക്വേഷൻ തന്നെയാണ്. ഇക്വേഷൻ ഞാൻ ഒന്നുകൂടി എടുത്ത് എഴുതുന്നില്ല. ഇക്വേഷൻ ഇത് തന്നെയാണ്. ഇതിൽ വൈ എന്നിൻ്റെ സ്ഥാനത്ത് എന്താവും? 1 ആവും. വൈ എൻ പ്ലസ് വണ്ണിൻ്റെ സ്ഥാനത്ത് 1 ആവും. വൈ എന്നുകളെല്ലാം വൈ നോട്ടുകളാവും കേട്ടോ. അപ്പോൾ നമ്മൾ ആലോചിക്കും ഇത് എവിടം വരെ കണ്ടുപിടിക്കണമെന്ന്. മിനിമം ഒരു 4th പൊസിഷൻ വരെയൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് ആഡ് ചെയ്തിട്ട് അപ്രോക്സിമേറ്റ് ഇട്ട് എഴുതിയാൽ മതി. അപ്പോൾ എനിക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് വൈ നോട്ട് എന്തിനാണെന്നറിയണം. വൈ നോട്ട് ഡാഷ്, വൈ നോട്ട് ഡബിൾ ഡാഷ്, വൈ നോട്ട് ട്രിപ്പിൾ ഡാഷ്, അത് കണ്ടുപിടിക്കണം. വൈ നോട്ട് ഡാഷ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ.
വൈ നോട്ട് ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ക്വസ്റ്റ്യൻ എളുപ്പമാവുന്നത് ഇത് കാരണം തന്നെയാണ്. കാര്യം എന്താ നോക്കിയേ, വൈ ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്, 2y'. അതെങ്ങനെ വന്ന് 2 കോൺസ്റ്റൻറ്റ് അത് കോമൺ എടുത്തു, വൈയുടെ ഡെറിവേറ്റീവ് വൈ ഡാഷ്, 3 കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തു, 3യുടെ e⁻x ഡെറിവേറ്റീവ് e⁻x. അപ്പോൾ അവിടെ നമുക്ക് മാറ്റം ഒന്നും വന്നില്ല. ഇനി അടുത്ത വൈ ട്രിപ്പിൾ ഡാഷ് നോക്കിക്കേ, 2 കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തു, വൈ ഡാഷിൻ്റെ ഡെറിവേറ്റീവ് വൈ ഡബിൾ ഡാഷ്, 3 കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തു, e⁻x ഡെറിവേറ്റീവ് e⁻x. മനസ്സിലായോ? ഇനി അടുത്തത് വൈ ട്രിപ്പിൾ ഡാഷ് എടുക്കാൻ പോവുകയാണ്. ട്രിപ്പിൾ ഡാഷ് എടുക്കുമ്പോൾ എന്താണ്, വൈ ഡബിൾ ഡാഷിന് വൈ ഫോർത്ത് ഡാഷ് എടുക്കാൻ പോവുകയാണ്. അപ്പം വൈ ട്രിപ്പിൾ ഡാഷിന് ഒന്നും കൂടെ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ വൈ ഫോർത്ത് ഡാഷ് ആവും. 2 കോൺസ്റ്റൻറ്റ് അവിടെ എഴുതി, വൈ ഡബിൾ ഡാഷിൻ്റെത് ഒന്നുകൂടെ ഡെറിവേറ്റീവ് വൈ ട്രിപ്പിൾ ഡാഷ് ആവും, 3 കോൺസ്റ്റൻറ്റ് എടുത്തു, e⁻x ഡെറിവേറ്റീവ് e⁻x തന്നെ. ഇനി അടുത്തതാന്ന് നോക്കിക്കേ, എനിക്ക് വേണ്ടതെല്ലാം എന്താണ്, എന്താ നോക്കി, വൈ നോട്ട് ഡാഷ്, വൈ നോട്ട് ഡബിൾ ഡാഷ്, വൈ ഏതാണോ ഡാഷ് അതിൻ്റെ എല്ലാം നോട്ടാണ് എനിക്ക് വേണ്ടത് അല്ലേ. അതിൻ്റെയൊക്കെ നോട്ട്, അതായത് ഇപ്പം ഞാൻ വൈ 1 കണ്ടുപിടിക്കുന്നതുകൊണ്ടാണ് ആ പ്രശ്നം. വൈ 2 ആയിരുന്നെങ്കിൽ അതിൻ്റെ എല്ലാം എനിക്ക് വൈ 1കൾ വേണ്ടി വന്നേനെ. കണ്ടോ, വൈ 2 ആയിരുന്നെങ്കിൽ അതിൻ്റെ എല്ലാം വൈ 1കളാണ് എനിക്ക് വേണ്ടത്. ഇവിടെ ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് വൈ 1 ആണ്. എന്തുകൊണ്ടാണ് വൈ 1? എനിക്കിവിടെ എക്സ് നോട്ടും വൈ നോട്ടും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എക്സ് 0.1ഉം 0.2 കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ എക്സ് 0.1നെ എന്തായിട്ടങ്ങ് ചൂസ് ചെയ്യും, എക്സ് 1 ആയിട്ടും, എക്സ് 0.2നെ എന്തായിട്ടും ചൂസ് ചെയ്യും, എക്സ് 2 ആയിട്ടും ചൂസ് ചെയ്യും. അപ്പോൾ എക്സ് 1 കിട്ടി. ഇനി എനിക്ക് ആരും കൂടെ മതി, വൈ 1 കൂടെ മതി. ആ വൈ 1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഞാനിവിടെ എഴുതിയേക്കുന്നത്. y1 is equal to y0 plus h into y0 dash plus h by 2 factorial into y0 double dash plus h by 3 factorial into y0 triple dash plus etc. അപ്പോൾ അതിൽ നമ്മൾ വൈ ഡാഷ്, വൈ ഡബിൾ ഡാഷ്, വൈ ട്രിപ്പിൾ ഡാഷ്, വൈ ഫോർത്ത് ഡാഷ് വരെ കണ്ടുപിടിച്ചു. ഇനി അതിനൊക്കെ ആരിട്ട് കൊടുക്കണം, വാല്യൂസ് ഇട്ട് കൊടുക്കണം. വൈ നോട്ട് ഇട്ട് കൊടുക്കാം. വൈ നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാണ്, 2y into e⁻x. അപ്പോൾ ഞാൻ നോക്കണം, വൈ നോട്ട് എന്ന് പറയുമ്പോൾ ഞാൻ അതിനകത്ത് എന്തിട്ട് കൊടുക്കാൻ പോവുകയാണ്, എക്സ് നോട്ടും വൈ നോട്ടും ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വൈയുടെ സ്ഥാനത്ത് ആരിട്ട് കൊടുക്കണം, വൈ നോട്ടും, എക്സിൻ്റെ സ്ഥാനത്ത് ആരിട്ട് കൊടുക്കണം, എക്സ് നോട്ടും ഇട്ട് കൊടുക്കണം. വൈ നോട്ടിൻ്റെ വാല്യൂ എത്രയാണ്, 1. അതുകൊണ്ടാണ് ഇതാ ഇവിടെ 2 into 1. എക്സ് നോട്ടിൻ്റെ വാല്യൂ എത്രയാണ്, 0. അതുകൊണ്ടാണ് e⁻0. ഓക്കെ. ഇനി അടുത്ത ഞാൻ വൈ നോട്ട് ഡബിൾ ഡാഷാണ് കണ്ടുപിടിക്കാൻ പോണത്. വൈ നോട്ട് ഡബിൾ ഡാഷിൻ്റെ ഇക്വേഷൻ എന്തുവാണ്, വൈ നോട്ട് ഡബിൾ ഡാഷ് 2 into വൈ ഡാഷ്. അപ്പോൾ വൈ ഡാഷിന് കിട്ടിയ ആൻസർ വേണം ഞാൻ അവിടെ എടുക്കാനായിട്ട്. വൈ ഡാഷിന് കിട്ടിയ ആൻസർ എത്രയാണ്, 5 ആണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ വൈ ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇക്വേഷനകത്ത് വരുന്നത് വൈ ഡാഷാണ്. ആ വൈ ഡാഷിനാണ് 5 ഇട്ട് കൊടുക്കുക. അവിടെ നോക്കിയടേ എനിക്ക് എക്സ് 1ൻ്റെ വാല്യൂ ആണോ എഴുതേണ്ടത്, അല്ല, ഞാൻ വൈ നോട്ട് തന്നെയാണ് എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള എക്സ് ആരാണ്, എക്സ് നോട്ടാണ്. അതുകൊണ്ടാണ് ആ e⁻ എല്ലാം 0 തന്നെ കൊടുത്തേക്കുന്നത്. അതുപോലെ വൈ ട്രിപ്പിൾ ഡാഷിൻ്റെ ഇക്വേഷനിൽ ആരാ വരുന്നത്, വൈ ഡബിൾ ഡാഷ്. വൈ ഡബിൾ ഡാഷിൽ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിച്ച ആ വാല്യൂ ഇട്ട് കൊടുക്കണം. ഇനി വൈ ഫോർത്ത് ഡാഷിൽ ആരാ വരുന്നത്, വൈ ട്രിപ്പിൾ ഡാഷാണ്. അതുകൊണ്ടാണ് ഈ വൈ ട്രിപ്പിൾ ഡാഷിൻ്റെ വാല്യൂ എടുത്ത് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തേക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ എനിക്ക് ചുരുക്കി പറഞ്ഞാൽ വൈ നോട്ട് എനിക്കറിയാം, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വൈ നോട്ട് ഡാഷായി, വൈ നോട്ട് ഡബിൾ ഡാഷായി, വൈ നോട്ട് ട്രിപ്പിൾ ഡാഷായി, വൈ നോട്ട് ഫോർത്ത് ഡാഷ് വരെ ആയി. ഇത്രയും വാല്യൂ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കാൽക്കുലേറ്റർ അടിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ അപ്രോക്സിമേറ്റ് ഇട്ട് എഴുതുക. അത് എത്ര ഡെസിമലിലാണോ നിങ്ങൾ റൗണ്ട് ചെയ്യുന്നത്, ക്വസ്റ്റ്യനിലൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു 5 ഡെസിമലോ 3 ഡെസിമലോ ഒക്കെ റൗണ്ട് ചെയ്ത് എഴുതുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഡെസിമൽ കറക്റ്റ് വരെ റൗണ്ട് ചെയ്ത് എഴുതുക. ഇതേ പ്രൊസീജിയർ തന്നെ എന്തിന് ചെയ്യുക, നമ്മുടെ അടുത്ത എക്സ് 2ന് ചെയ്യുക കേട്ടോ. കോമൺ ഡിഫറൻസ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇവിടെ ഞാനിത് എഴുതിയേക്കുന്നത്. നമുക്കിപ്പം അതിൻ്റെ ഒരു അതായത് ഇവിടെ നമ്മൾ h1 എടുത്തത് എക്സ് മൈനസ് എക്സ് നോട്ടായിട്ടാണ് എടുത്തത്. അവിടെ എൻ്റെ എക്സ് എന്ന് പറയുന്നത് ആരായിരുന്നു, ഇവിടെ നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ എക്സ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നത് ആദ്യം നമുക്ക് ഫസ്റ്റ് നമ്മൾ എഴുതി തുടങ്ങുന്ന എവിടെ തൊട്ടാണ് ഇത്, നമുക്കിപ്പോൾ ഒരു പോയിൻറ്റിലല്ല അവരത് പറഞ്ഞേക്കുന്നതെന്നുണ്ടെങ്കിൽ ജനറലായിട്ട് വരുമ്പോഴാണ് നമ്മൾ എക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ ഒരു പോയിൻറ്റിലാണ് ചെയ്യേണ്ടെങ്കിൽ നമ്മൾ എച്ചിനെ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണോ പോയിൻറ്റ്സ്, അതായത് വൈ 1 ആണ് ഞാൻ കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിൻ്റെ എക്സ് 1 മൈനസ് നമുക്ക് തൊട്ട് മുന്നേ ഉള്ളത് അറിയാമായിരിക്കുമല്ലോ, എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റൂ. ആ എക്സ് നോട്ടാണ് നമ്മൾ എച്ച് ആയിട്ട് എടുക്കേണ്ടത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ് കേട്ടോ. ഞാൻ ആ പോയിൻറ്റ് നേരത്തെ ഞാൻ സ്കിപ്പ് ചെയ്തായിരുന്നു. ഇവിടെയാണ് ഞാനത് ഓർത്തത്, അത് നേരത്തെ അത് പറഞ്ഞില്ല എന്നുള്ളതേ.
അപ്പോൾ ഇവിടെ നാം നോക്കിയേ എച്ച് എന്ന് പറയുന്നത് x2. കാര്യം എന്താ, നമ്മൾ കണ്ടുപിടിക്കാൻ പോണത് ഇനി ആരാണ്, y2 ആണ് നമുക്കിനി കണ്ടുപിടിക്കാനുള്ളത്. അതുണ്ടോ y2 ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ x2 എന്ന് മൈനസ് തൊട്ട് മുന്നത്തെ ആരാണ് x1 ചെയ്യുമ്പോൾ നമുക്ക് h കിട്ടും. ഓക്കെ, അപ്പം നമ്മളതെടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കണം. നേരത്തെ പോലെ തന്നെ നമുക്ക് തന്നേക്കുന്ന y ഡാഷ് അങ്ങോട്ട് എടുക്കുക. ആ y ഡാഷിനകത്ത് y ഡബിൾ ഡാഷ് ട്രിപ്പിൾ ഡാഷ് y1 ഡബിൾ ഡാഷ് ആണ്. കാര്യം എന്താ, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച സെയിം ഇക്വേഷൻ തന്നെ അതിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ആരെയാണ്, y0 ഡാഷ് y0 ഡബിൾ ഡാഷ് അല്ല, y1 ഡാഷ് y1 ഡബിൾ ഡാഷ് y1 ട്രിപ്പിൾ ഡാഷ് y1 ഫോർത്ത് ഡാഷ് ആണ്. അപ്പോൾ അവിടെ എൻ്റെ എല്ലാ എക്സുകളും ആരായിരിക്കും, x1കളായിരിക്കും. അതാ നോക്കി x1 ആരാണ്, .1 അല്ലേ, x1-നല്ലേ നമ്മൾ .1 എന്ന് വിളിച്ചേക്കുന്നത്. അപ്പം അവിടെ ഉള്ള എക്സുകൾ ഇത് നോക്കിയേ, y ഡാഷിൻ്റെ ഇക്വേഷനിൽ നമുക്ക് തന്നേക്കുന്ന y1 ആണ്, സോറി y0 ആണ് വരേണ്ടത്. നമ്മളതുപോലെ y1 ആണ് വരേണ്ടത് അല്ലേ. നോക്കിയേ y ആണ് വന്നേക്കുന്നത്. അപ്പോൾ y1 ആണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്, അതുകൊണ്ടാണ് അത് വന്നത്. ഇനി അടുത്ത y1 ഡബിൾ ഡാഷിലോ y1 ഡാഷാണ് വരേണ്ടത്, അതാണിത്. ഇനി y1 ട്രിപ്പിൾ ഡാഷിലോ y1 ട്രിപ്പിൾ ഡാഷിൽ വന്നേക്കുന്നത് y1 ഡബിൾ ഡാഷാണ്, അതാണിത്. അങ്ങനെ നമ്മുടെ ഇക്വേഷൻ ഇതിപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഓർഡർ വന്നേക്കുന്നത്. ചിലതിൽ പ്രോഡക്റ്റ് റൂളൊക്കെ അപ്ലൈ ചെയ്ത് ചെയ്യുന്ന പ്രോബ്ലങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും കറക്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, അതിന് തൊട്ട് മുന്നത്തെ വാല്യൂസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദെൻ അത് നമ്മുടെ ഇക്വേഷനിലിട്ട് ഫൈനൽ ആൻസറായിട്ട് എഴുതുക. ഇത് ഒരു ക്വസ്റ്റ്യനാണ്. ഞാനിത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ, മറ്റേതുപോലെ ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല. നമുക്കിത് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, y of 0 = 1. y of 0 = 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ, x0 എന്ന് പറയുന്നത് 0, y0 എന്ന് പറയുന്നത് 1, അത്രയേ ഉള്ളൂ. അതാണ് നമ്മൾ അറിയേണ്ട കാര്യം. ഇങ്ങനെ തന്നു കഴിഞ്ഞാലും നമ്മൾ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ആദ്യം അങ്ങോട്ട് എടുത്ത് എഴുതി വയ്ക്കുക. x മൈനസ് x0, x മൈനസ് എഴുതുന്ന ഓർത്തോണം. x എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ x എഴുതുന്നത്. പെർട്ടിക്കുലർ പോയിൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളതിന് ഏതാണോ നമ്മൾ കണ്ടുപിടിക്കാൻ പോണ y അതാക്കി എടുക്കുക. y2 ആണ് കണ്ടുപിടിക്കുക പോണതെങ്കിൽ x എന്ന് പറയുന്നത് x2 തന്നെയാണ്, x1 അല്ല x2 തന്നെയാണ്. അതിൽ നിന്ന് ആര് മൈനസ് ചെയ്യണം, x1നെ മൈനസ് ചെയ്യണം. ജസ്റ്റ് കോമൺ ഡിഫറൻസ് ആണ് എന്നുള്ള കാര്യം ഓർത്താൽ മതി. ദെൻ y ഡാഷ് y ഡബിൾ ഡാഷ്, ഇവിടെ നോക്കിയേ y ഡാഷ് എന്ന് പറയുന്നത് x മൈനസ് y² ആണ്. അതിന് ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുക്കുമ്പം എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് 2y² അല്ല സോറി y² ആണ്. y²ൻ്റെ ഡെറിവേറ്റീവ് 2y, y-യുടെ ഡെറിവേറ്റീവ് y ഡാഷ്. അടുത്തതിൽ വരുമ്പം y-യും y ഡാഷും കൂടെ പ്രൊഡക്റ്റ് റൂൾ ചെയ്യേണ്ടി വരും. അങ്ങനെ പോകും. എന്നിട്ട് എന്ത് ചെയ്യണം, അതിനകത്ത് നമ്മുടെ x0 y0 അപ്ലൈ ചെയ്ത് കൊടുക്കണം. ആ കിട്ടുന്ന വാല്യൂ എടുത്ത് നമ്മുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കണം. ഇനി അടുത്തത് തന്ന ഒരു ഹോംവർക്ക് നോട്ട് ചെയ്തോ. ഞാൻ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്തിടാം കേട്ടോ. ദെൻ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഓയിലർ മെത്തേഡാണ്. ഓയിലർ മെത്തേഡിൽ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് y ഡാഷ് എന്ന് നമ്മൾ വിളിക്കുന്ന ആളെയാണ് നമ്മൾ f(x5) ആയിട്ട് നൊട്ടേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം y ഓഫ് സംതിങ് എന്ന് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ ഈക്വൽ ടു y എന്ന് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ മീനിങ് ഇത്രയേ ഉള്ളൂ, ഈ അകത്ത് കിടക്കുന്ന ആളാണ് x0, പുറത്ത് കിടക്കുന്ന ആളാണ് y0. ഇതിനെല്ലാം ഉപരി ഇതൊക്കെ നമ്മൾ അറിയേണ്ട കാര്യം. ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ കേട്ടോ. ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ നേരത്തെ പറഞ്ഞ കണക്ക് yn+1 100ാമത്തെ ടേം കണ്ടുപിടിക്കണമെങ്കിൽ ആരറിയണം, 99ാമത്തെ ടേം അറിയണം. തൊട്ട് മുന്നത്തെ ടേം അറിഞ്ഞാലേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ. എളുപ്പമാണ് ഈ ഓയിലേഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ കാണുമ്പോൾ നമ്മൾ ഊളർ മെത്തേഡ് എന്നൊക്കെ വായിക്കാൻ നോക്കും, പ്രൊനൗൺസിയേഷൻ ഓയിലർ മെത്തേഡ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇതിനെ നമ്മൾ സോൾവ് ന്യൂമറിക്കലി ദ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ഈ ഒരു ഫംഗ്ഷൻ കണ്ടോ, കണ്ടീഷൻ തന്നേക്കുന്നത്. അതിനെ h.2 ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് സൈസിൽ നമ്മൾ സോൾവ് ചെയ്യാൻ പോവുകയാണ്. അതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്, ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കും, അല്ലെങ്കിൽ നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ കണ്ടതുപോലെ ഒരു പെർട്ടിക്കുലർ എക്സ് വാല്യൂ തന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് y കണ്ടുപിടിക്കാനും ചോദിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ എക്സ് എന്ന് പറയുന്നത് എവിടം തൊട്ട് എവിടം വരെയാണ് വേരി ചെയ്യുന്നത് നോക്കുക. എവിടം തൊട്ട് എവിടം വരെയാണ്, 0 മുതലാണ്. നമ്മുടെ x0 0 ആണോ, ആണ്. അപ്പോൾ x0 = 0. ദെൻ ഈ h കൂട്ടി പോവുക. x0ൻ്റെ h കൂട്ടുമ്പോൾ x1 അത് എത്ര, 0.2. x2 എത്ര, 0.4. x3 എത്ര, 0.6. x4 എത്ര, 0.8. x5
1 അതിന് ശേഷം എഴുതണോ? വേണ്ട, കാര്യം എനിക്ക് എൻ്റെ എക്സ് ലിമിറ്റ് 1 വരെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ എല്ലാം എന്ത് ചെയ്യണം? കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓയിലർ വാല്യൂ കണ്ടുപിടിക്കണം, വൈ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഞാനിവിടെ എൻ്റെ വൈ ഡാഷ് എഴുതി. വൈ ഡാഷിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത്? എഫ് ഓഫ് എക്സ് കോമ വൈ. എനിക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യനിൽ വൈ ഡാഷ് മൈനസ് വൈ ഈക്വൽ ടു എന്നാണ് തന്നേക്കുന്നത്. എനിക്ക് വൈ ഡാഷിനെ മാത്രമായിട്ടാണ് ഈ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ടേമായിട്ട് വിളിക്കേണ്ടത്. അപ്പോൾ ഈ മൈനസ് വൈയെ ഞാനങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയി എന്താക്കും? പ്ലസ് വൈ ആക്കും. അപ്പോൾ എൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് കോസ് എക്സ് പ്ലസ് വൈ എന്നുള്ള രീതിയിൽ വരും. ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു? ആ വൈ ഡാഷിനെ എന്തെന്ന് വിളിക്കുന്നു? എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കുന്നു. ഇനി ഞാൻ ഇക്വേഷൻ എഴുതാൻ പോവുകയാണ്. വൈ എൻ പ്ലസ് വൺ എന്ന് പറയുന്നത് വൈ എൻ പ്ലസ് എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് എൻ കോമ വൈ എൻ ആണ്. വൈ വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വൈ നോട്ട് പ്ലസ്, കാര്യം തൊട്ട് മുന്നേ ആരാണ്? വൈ നോട്ടാണ്. വൈ വണ്ണിന് തൊട്ട് മുമ്പ് വൈ നോട്ടാണ്. പ്ലസ് എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. അതായത് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് 2xy ആണെങ്കിൽ എഫ് ഓഫ് എക്സ് നോട്ട് കോമ വൈ നോട്ട് എന്ന് പറയുന്നത് ആരാണ്? 2x0 കോമ വൈ നോട്ട്. അതുപോലെ എഫ് ഓഫ് 3,4 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? 2 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് 3 ഇൻറ്റു വൈയുടെ സ്ഥാനത്ത് 4. ഇതാണ് ആൻസർ അല്ലേ? ഈ ഒരു കാര്യം നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് വേണ്ടത് എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ടാണ്. അതായത് എഫ് ഓഫ് എക്സ് വൈ നമുക്കറിയാം, അതിൽ എക്സ് എവിടെയൊക്കെ ഉണ്ടോ അതിനെല്ലാം എക്സ് നോട്ട് കൊടുക്കുക. അപ്പോൾ ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് നോട്ട്, ദാറ്റ് ഈസ് എക്സ് നോട്ടിൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് ഇ റേസ് ടു 0. കോസ് എക്സ് നോട്ട്, എക്സ് നോട്ടിൻ്റെ വാല്യൂ 0. പ്ലസ് വൈ നോട്ടിൻ്റെ വാല്യൂ 0. കാൽക്കുലേറ്റർ ഇട്ട് കൊടുക്കുക. അടുത്ത വൈ 2 ചെയ്യുമ്പോൾ എങ്ങനെ വരും? വൈ 1 പ്ലസ് എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് 1 വൈ 1. അവിടെ എക്സ് 1ൻ്റെ വാല്യൂ ആരാണ്? തൊട്ട് മുന്നേ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചായിരുന്നു അല്ലേ? 0.2 പ്ലസ് പോയിൻറ്റ് ഇത്രയും സ്റ്റെപ്പ് സൈസ് പറഞ്ഞത് 0.2. അപ്പം എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ 0 ആണെങ്കിൽ എക്സ് 1 0.2, എക്സ് 2 എന്ന് പറയുന്നത് നോട്ട് നമ്മൾ 0.0 എന്ന് തന്നിട്ടുണ്ട്. എക്സ് 1 എന്ന് പറയുന്നത് 0.2, എക്സ് 2 എന്ന് പറയുന്നത് 0.4. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് എക്സ് 1 ആണ്. കാര്യം വൈ 2 ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകണമെങ്കിൽ എക്സ് 1 ആണ് വേണ്ടത്. എക്സ് 1 ആരാണ്? 0.2. ഇ റേസ് ടു എക്സ് ഇതാണ്ട് ഇവിടെ ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് എക്സ്. അപ്പോൾ ഇ റേസ് ടു 0.2 ഇൻറ്റു കോസ് 0.2 പ്ലസ് വൈ നോട്ടാണ് തന്നെ ഇവിടെ വൈ 1 ആണ് ഈ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്, അതിവിടെ കൊടുക്കുക. അതുപോലെ വൈ 3, വൈ 4, വൈ 5. ചിലതിൽ പെർട്ടിക്കുലർ വാല്യൂ പറയും, ചിലപ്പോൾ ഇതിൻ്റെ മാത്രം കണ്ടുപിടിച്ചാൽ മതി എന്ന് പറയുകയാണെങ്കിൽ കറസ്പോണ്ടിങ് എക്സ് 4ൻ്റെ വൈ 4 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത് മാത്രം ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ എവിടം തൊട്ട് എവിടം വേണം ഇൻ്റർവെൽ എന്ന് തന്നിട്ടുള്ളതെങ്കിൽ അത്രയും വാല്യൂസ് കണ്ടുപിടിക്കുക കേട്ടോ. ഞാൻ ഈ ക്വസ്റ്റ്യൻ പറയുന്നില്ല, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ജസ്റ്റ് ഹോംവർക്കായിട്ട് ചെയ്താൽ മതി. ചില കേസിൽ സ്റ്റെപ്പ് സൈസ് പറയാതിരിക്കും. ഇങ്ങനെ ഒരൊറ്റ വാല്യൂ തന്നിട്ടുള്ളെങ്കിൽ നമ്മുടെ എക്സ് നോട്ട് കഴിഞ്ഞിട്ടുള്ള തൊട്ട അടുത്ത വാല്യൂ ഇത് കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എച്ച് ആയിട്ട് നമ്മളങ്ങ് സെറ്റ് ചെയ്താൽ മതി കേട്ടോ. ചില ക്വസ്റ്റ്യൻ എച്ച് ചോദിക്കാതെയും വരും. അതുപോലെ ഈ ഒരു ക്വസ്റ്റ്യനോടെ ഹോംവർക്ക് നോക്കിക്കോ. നെക്സ്റ്റ് രുഞ്ചിക്കുട്ട മെത്തേഡാണ് RK മെത്തേഡ് അഥവാ മോഡിഫൈഡ് ഓയിലിൻ്റെ മെത്തേഡ്. ഈ സെയിം മെത്തേഡ് തന്നെ 2 രീതിയിലുണ്ട്. ഒന്ന് സെക്കൻഡ് ഓർഡറും ഒന്ന് ഫോർത്ത് ഓർഡറും. ഇക്വേഷൻ വരുന്നത് വളരെ സിമ്പിളാണ്. ഇക്വേഷൻ വരുന്നത് ഇതാണ്: yn+1 is equal to yn പ്ലസ് നേരത്തെ പോലെ. അടുത്ത സെൻറ്റൻസ് മാറ്റമാണ്. നേരത്തെ h ഇൻറ്റു എഫ് ഓഫ് എക്സ് ആൻഡ് വൈ എൻ ആയിരുന്നെങ്കിൽ ഇവിടെ ഹാഫ് ഇൻറ്റു 1/2 ഇൻറ്റു K1 പ്ലസ് K2. K1ഉം K2ഉം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനോട് തന്നിട്ടുണ്ട്. K1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ h ഇൻറ്റു എഫ് ഓഫ് എക്സ് എൻ വൈ എൻ. K2 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ h ഇൻറ്റു എഫ് ഓഫ് എക്സ് എൻ പ്ലസ് h വൈ എൻ പ്ലസ് K1 ആണ്. അത് ഞാൻ അവിടെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഞാൻ അങ്ങോട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. അതുപോലെ ഫോർത്ത് ഓർഡറിനാണെങ്കിൽ ഈ K1 K2ന് പകരം K1 K2 K3 K4 വരെ കാണും. അതിൻ്റെ ഇക്വേഷൻ വൈ എൻ പ്ലസ് 1/6 ഇൻറ്റു K1 പ്ലസ് 2K2 പ്ലസ് 2K3 പ്ലസ് K4 ആണ്. ഞാൻ ഡയറക്റ്റ് പ്രോബ്ലത്തിലോട്ട് പോവുകയാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് വൈ ഡാഷ് തന്നേക്കുന്നത് 2xy ആണ് തന്നേക്കുന്നത്. പിന്നെ അതായത് എഫ് ഓഫ് എക്സ് വൈ ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് വൈ തന്നേക്കുന്നത് 2xy ആണ്.
വൈ ഓഫ് 0 എന്നൊന്ന് 1 ആണെന്ന് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലായി? എക്സ് നോട്ട് എന്ന് പറയുന്നത് 0യും വൈ നോട്ട് എന്ന് പറയുന്നത് 1ഉം ആണെന്ന് മനസ്സിലായി. പിന്നെ അവരെന്ത് തന്നിട്ടുണ്ട്? എക്സ് 0.25 ആവുമ്പോഴും എക്സ് 0.5 ആവുമ്പോഴും ഉള്ള വാല്യൂ കണ്ടുപിടിക്കാനാണ് അവർ പറഞ്ഞേക്കുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? എച്ചിനെ പറ്റി അവരൊന്നും പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് എച്ച് 0.25 ആയിട്ട് കണ്ടുപിടിക്കുന്നു. കാര്യം എക്സ് നോട്ട് 0 ആണ്. എക്സ് നോട്ടിൻ്റെ 0.25 കണ്ടുപിടിക്കുമ്പോൾ എക്സ് 1 കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ വീണ്ടും 0.25 കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് എക്സ് 2 കിട്ടും. ദാറ്റ് ഈസ് 0.5. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇവർ രണ്ടുപേരുമാണ്. അപ്പോൾ നമ്മൾ എച്ച് 0.25 ആയിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ് 1ഉം എക്സ് 2ഉം മാത്രം കണ്ടുപിടിച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഇക്വേഷനൊക്കെ എടുത്തൊന്ന് എഴുതി വെച്ചു. ഇതാണ് എൻ്റെ ജനറൽ ഇക്വേഷൻ, അതൊന്ന് എഴുതി വെച്ചു. എഫ് എന്ന് പറയുന്നത് dy/dx ആണ്. അത് 2xy ആയതുകൊണ്ട് അതിനെ എഫ് ഓഫ് എക്സ് വൈ എന്ന് വിളിച്ചു. ഇനി എൻ്റെ k1 കണ്ടുപിടിക്കാൻ പോവുകയാണ്. k1 എന്ന് പറയുന്നത് h ഇൻറ്റു എഫ് ഓഫ് എക്സ് എൻ വൈ എൻ. എക്സ് എൻ വൈ, ഇനി നമ്മൾ എപ്പോഴും ആൾക്കാർക്ക് തെറ്റുന്നൊരു കാര്യമാണ്. നമ്മൾ ഇവിടെയും k1 കണ്ടുപിടിക്കും. ഇത് ആർക്ക് വേണ്ടിയാണ് കണ്ടുപിടിക്കുന്നത്? y1ന് വേണ്ടിയാണ്. ഇതേ k1 തന്നെ നമ്മൾ y2 കണ്ടുപിടിക്കും. അപ്പോഴും നമുക്ക് അവിടെ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കാര്യമേ ഓർക്കേണ്ടേ ഉള്ളൂ, ആരുടെ k1 ആണോ കണ്ടുപിടിക്കുന്നത്, y1ൻ്റെ k1 ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിനകത്ത് വരുന്ന എക്സും വൈയും തൊട്ട് മുന്നത്തെ ആൾക്കാരായിരിക്കും. y1 ആണെങ്കിൽ എഫിനകത്ത് വരുന്നത് എക്സ് നോട്ടും വൈ നോട്ടും ആയിരിക്കും. ഇനി നമ്മൾ y2ന് വേണ്ടിയാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിൻ്റെ k1 വരുന്നത് y2ന് തൊട്ട് മുൻപുള്ള എക്സും വൈയും ആയിരിക്കും. ദാറ്റ് ഈസ് x1ഉം y1ഉം ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ k1ൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും? h ഇൻറ്റു എഫ് ഓഫ് എക്സ് എൻ വൈ എൻ ആണ്. എക്സ് എൻ കോമ വൈ എൻ. അപ്പോൾ അതെന്താണ്? എക്സ് നോട്ട് കോമ വൈ നോട്ട്. എച്ച് നമുക്കറിയാം. എഫ് ഓഫ് 0.25 കാര്യം എക്സ് നോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 0യും വൈ നോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 1ഉം ആണ്. അത് ഇട്ട് കൊടുത്തു, മൾട്ടിപ്ലൈ ചെയ്തു, ആൻസർ കിട്ടി. k2 എന്ന് പറയുന്നത് എക്സ് നോട്ട് പ്ലസ് എച്ച്, അതാണ് എൻ്റെ എക്സ് എന്ന് പറയുന്നത്. എക്സ് നോട്ട് ആരാണ്? 0 പ്ലസ് എച്ച് ആരാണ്? 0.25. അപ്പോൾ അതാണ് എൻ്റെ എച്ച് കോമ. വൈ നോട്ട് പ്ലസ് k1, വൈ നോട്ട് ആരാണ്? 1 ആണ്. k1 ആരാണ്? 0 ആണ്. അപ്പോൾ 1 + 0 1. അപ്പോൾ അത് രണ്ടുകൂടെ എഴുതേണ്ടത്. അപ്പം എന്താണ് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത്? 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയേക്കുന്നത്. ഇത് എച്ച് ആണ്. ഇനി അടുത്തത് y1 എന്ന് പറയുന്നത് വൈ നോട്ട് പ്ലസ് ഹാഫ് ഇൻറ്റു k1 + k2. ഇതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും ചെയ്തേക്കുന്നത്. നമ്മൾ y2 കണ്ടുപിടിക്കാനായിട്ട് ഹാഫ് ഇൻറ്റു k1 + k2. പക്ഷേ അവിടുത്തെ k1 എന്ന് പറയുന്നത് h ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് അല്ല, പകരം x1 y1 ആണ്. ഇവിടെയും അത് തന്നെയാണ്, k2ലും അത് തന്നെയാണ്, h ഇൻറ്റു എഫ് ഓഫ് x1 + h, y1 + k1. കേട്ടോ? ഒരു ഹോംവർക്കാണ്, നോട്ട് ചെയ്തിരുന്നാൽ മതി. ഇതിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് പോയിട്ടില്ല. അതാ ഇവിടെ എത്തുമ്പോഴത്തേക്ക് 4 വരെ എന്തോ ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ വാല്യൂ എഴുതിയാണ്. സെയിം ഇതുപോലെ തന്നെയാണ് ഇതും അങ്ങ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇത് തന്നെ 4th ഓർഡറിലും ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ k1, k2, k3, k4 വരെ കണ്ടുപിടിക്കാറുണ്ട്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ ഇക്വേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വിട്ടുപോയായിരുന്നു അല്ലേ? ഇപ്പം നോക്കാം. അതായത് k1ൻ്റെ വാല്യൂ സെയിം തന്നെയാണ്. k2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് xn പ്ലസ് എച്ച് അല്ല, പകരം h/2 ആണ്. അതുപോലെ yn പ്ലസ് k1 അല്ല, k1/2 ആണ്. ഇവിടെയും h ഇൻറ്റു എഫ് ഓഫ് xn പ്ലസ് എച്ച് അല്ല, h/2 ആണ്. yn പ്ലസ് k2 അല്ല, k2/2 ആണ്. ലാസ്റ്റത്തേൽ മാറ്റമില്ല. h ഇൻറ്റു എഫ് ഓഫ് xn പ്ലസ് എച്ച് പ്ലസ് k1 yn പ്ലസ് k3 ആണ്. അതിൽ k2 1 വരെ ഉണ്ടായിരുന്നുള്ളൂ, k1 ഇവിടെ k3 ആണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞാണ് k1 കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് y1ൻ്റെ k1 ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ k1, k2, k3യിലെല്ലാം വരുന്നതെല്ലാം എക്സ് നോട്ടും വൈ നോട്ടും ആയിരിക്കും. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. y2 ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ k1ലും k2ലും വരുന്നതെല്ലാം x1കളും y1കളും ആയിരിക്കും കേട്ടോ. ഇതിത്രയാണ് ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ നോക്കിയിട്ട് കുറച്ച് സ്പീഡിൽ തന്നെയാണ് പോയത്. നിങ്ങളെല്ലാവരും തിരക്കുള്ളവരാണ്. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിൽ ഇട്ടതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് പറയുകയാണെങ്കിൽ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്ത് എലാബറേറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ട് തരാം കേട്ടോ. താങ്ക് യു ഓൾ.